കൊച്ചി കോർപ്പറേഷനിലെ തോപ്പുംപടിയിൽ ഇക്കുറി ശക്തമായ പോരാട്ടമാണ്. നിലവിലെ UDF കൗൺസിലർ ഷീബ ഡ്യൂറോം അംഗക്കളത്തിലിറങ്ങുന്നത് ഇത്തവണ LDF സ്വതന്ത്രയായിട്ടാണ് എന്നതാണ് കൗതുകം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഷീബയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയ ജോസഫ് സുമീത്താണ് ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികൾക്കൊപ്പം അനുജ രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം തോപ്പുംപടി ഡിവിഷനിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ UDF കൗൺസിലർ ഇക്കുറി മത്സരിക്കുന്നത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്. സ്ഥാനാർത്ഥി നമുക്കൊപ്പമുണ്ട്. കൂടാതെ UDFന്റെ സ്ഥാനാർത്ഥിയും നമുക്കുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഞാൻ ഇന്ന് ചേരുന്നത്. ഷീബ ഡ്യൂറോം എല്ലാവർക്കും പരിചിതമായ മുഖമാണ്. ഇത്തവണത്തെ ഇവിടുത്തെ കൗൺസിലറാണ്. UDF കൗൺസിലറായി പ്രവർത്തിക്കുകയാണ്. നിലവിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥി ജോസഫ് സുമീത്ത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? UDF കൗൺസിലർ എന്നാണോ പറയേണ്ടത്, അതോ LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയണോ? നിലവിലെ തോപ്പുംപടിയുടെ കൗൺസിലർ ജയിച്ചു വന്നാൽ പിന്നെ നമ്മളെല്ലാവരുടെയും കൗൺസിലർ, അതിൽ ഇന്നതൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ മത്സരിക്കുന്നത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതെന്താണ് അതിന് കാരണം? നമ്മുടെ ഇവിടെ MLA സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഡിവിഷൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഞാൻ അത്തരത്തിൽ LDF ആണ്, അത്തരത്തിലൊക്കെ പ്രചരണം നടത്തി. പക്ഷേ അതായത് ഈ വികസനത്തിനൊപ്പം ചേർന്ന് നിന്നു MLA. അപ്പോൾ അതിനൊപ്പം കൗൺസിലർ സഹകരിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് എനിക്ക് ഡിവിഷൻ ഫണ്ട് തരും. ഞാൻ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ്. MLA ഇലക്ഷന് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനെതിരെ. പക്ഷേ ഈ ഡിവിഷൻ്റെ പ്രത്യേകതകൾ അറിയാവുന്ന രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഡിവിഷൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഫണ്ടുകൾ തരുമ്പോൾ ഉദ്ഘാടനത്തിന് ഞാൻ അദ്ദേഹത്തെ വിളിക്കും. അതാണ് ഇവിടെ വിഷയമായി. അപ്പോൾ അതാണ് ഇതിപ്പോൾ നിങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞ തവണയൊക്കെ ഒരുമിച്ച് നിന്ന് പ്രചാരണത്തിലൊക്കെ ഇപ്പോൾ എതിർ ക്യാമ്പിൽ നിന്നുകൊണ്ടല്ലേ? അപ്പോൾ എന്താണ് ഈ കൗൺസിലർക്കെതിരെ നിങ്ങൾ പ്രധാനമായും പ്രചാരണ വിഷയമാക്കുന്നത്? എന്താണ്? കൗൺസിലർക്കെതിരെ പ്രചാരണ വിഷയമൊന്നും ആക്കുന്നില്ല. പക്ഷേ ചില നടപടികൾ ഇപ്പം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ, ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വികസനമാണ് ഏറ്റവും വലിയ നേട്ടം. കൗൺസിലർക്ക് ഈ ഡിവിഷനിലേക്ക് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞോ? കൗൺസിലർക്ക് ഈ ഡിവിഷനിലോട്ട് 100% വികസനം കൊണ്ടുവരാൻ പറ്റിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കൗൺസിലറായിരുന്നു. ഞങ്ങൾ തന്നെ ജയിപ്പിച്ച ജനപ്രതിനിധിയാണ്. ഞങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് വിജയിച്ച ആളാണ്. പക്ഷേ ഇതേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൗൺസിലറായി കഴിഞ്ഞാൽ അതെല്ലാവരുടെയും കൗൺസിലറാണ്. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമില്ലാണ്ട് എല്ലാവരുടെയും കൗൺസിലറാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് LDFന്റെ പിന്തുണ മേടിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വഞ്ചിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. 100% വികസനമൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഏതാനും റോഡുകൾ എല്ലാ കൗൺസിലർമാർ ചെയ്യുന്ന പോലെ ഏതായാലും റോഡുകളും കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷേ അതെല്ലാം സമയബന്ധിതമായി ചെയ്തില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ എതിരുള്ളത്. അതെ, അപ്പോൾ അതാണ് തോപ്പുംപടിയിൽ നിന്നുള്ള കാഴ്ചകൾ. ഒരു തവണ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം UDFന്റെ മേൽവിലാസത്തിൽ നിന്ന് ജയിച്ച് പ്രവർത്തിച്ച് ഇപ്പോൾ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷീബ ഡ്യൂറോം, ഒപ്പം തന്നെ ഒരേ ക്യാമ്പിൽ ഒരുമിച്ച് പ്രചാരണം നയിച്ച ജോസഫ് സുമീത് എതിർ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ കൗതുകകരമായൊരു കാഴ്ചയുള്ള തോപ്പുംപടി ഡിവിഷനിൽ നിന്നാണ് നമ്മൾ ഈ വിവരങ്ങൾ എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.